ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ MCYM-ന്റെ കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സെന്റ് മേരീസ് മരീനഗർ ദേവാലയത്തിൻ്റെ MCYM മലങ്കര കാത്തലിക് യൂത്ത് വുമൻ MCYM-ന്റെ 2021 കർമ്മ പദ്ധതി അനന്തരം ഒടേ തമ്പുരാനോടൊപ്പം അവർ നടക്കാനിറങ്ങി. നമ്മുടെ കർമ്മ പദ്ധതിയുടെ പേരാണ് അത്. അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം 2020 എന്ന് പറയുന്നത് എല്ലാവരും അച്ഛൻ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പറഞ്ഞതുപോലെ എല്ലാവരും തങ്ങളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയ ഒരു സമയമാണ്. അല്ലെങ്കിൽ ഉൾവലിഞ്ഞ ഞാൻ എന്നിൽ എന്നുള്ള ഒരു ഇതിലേക്ക് ഉൾവലിഞ്ഞ ഒരു കാലമായിരുന്നു. എന്നാൽ 2021 വലിയ പ്രത്യാശയോടെ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു അവസരം മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ഒരു അവസരമാണ്. മറ്റുള്ളവരുടെ വേദനയിലേക്ക്, അവരുടെ ആവശ്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാൻ, അവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ആ യാത്ര ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അവനവനസത്തിലേക്ക് നിന്ന് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കാലം. അപ്പോൾ അതിൻ്റെ ഒരു ആരംഭമായിട്ടാണ് ഇന്നിവിടെ ഈ കർമ്മ പദ്ധതി നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശ്വര പ്രാർത്ഥനയോടെ നമ്മുടെ കർമ്മ പദ്ധതിയുടെ പരിപാടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനു വേണ്ടിയിട്ട് അർഷേനയും അൻസേനയും സ്വാഗതം ചെയ്യുന്നു. MCYM യൂണിറ്റ് സെക്രട്ടറി ടീന ചേച്ചിയെ സ്വാഗത പ്രസംഗത്തിനു വേണ്ടി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നേ ദിവസം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യമാണ്. ആദ്യമായി നമ്മുടെ ഇടവക വികാരിയും യൂണിറ്റ് ഡയറക്ടറുമായ ഗീവർഗീസ് അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സിസ്റ്ററും നമ്മുടെ ആനിമേറ്റർ കൂടിയാണ് MCYM-ന്റെ മാഗ്ലൻ സിസ്റ്ററിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ തിരക്കുകൾക്കിടയിലും നമ്മുടെ പള്ളിയിലെ MCYM കർമ്മ പദ്ധതി ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന MCYM സഫാതല പ്രസിഡന്റ് ജിച്ചേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം മേജർ അതിരൂപതയിൽ അവിടെ നിന്ന് കഴക്കൂട്ടം വൈദിക ജില്ലയിൽ നിന്ന് സെക്രട്ടറി അശ്വിൻ ചേട്ടനെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. MCYM കഴക്കൂട്ടം വൈദിക ജില്ലാ ട്രഷറർ പ്രിൻസ് ചേട്ടനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. MCYM കഴക്കൂട്ടം വൈദിക ജില്ലാ സെനറ്റ് അംഗമായ ജൂഹി ചേച്ചിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ എല്ലാ MCYM യൂണിറ്റ് അംഗങ്ങളെയും ഭാരവാഹികളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും.
നമ്മുടെ ഇടവകാജനം അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കർമ്മ പദ്ധതി പ്രകാശനം ചെയ്യാം. അത് സഭാതല പ്രസിഡന്റ് ജിത്തേട്ടനും വർഗീസ് അച്ഛനും കൂടി ഒരുമിച്ച് പ്രകാശനം ചെയ്യുന്നതാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ MCYM സഭാതല പ്രസിഡന്റ് ചേട്ടനെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. MCYM മരിയനഗർ യൂണിറ്റ് ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് ചാൻവിട്ടിലച്ച, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന മരിയനഗർ യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത്ത്, ഏറെ സ്നേഹം നിറഞ്ഞ ആനിമേറ്റർ സിസ്റ്റർ, പ്രിയപ്പെട്ട MCYM ഭാരവാഹികളെ, കഴക്കൂട്ടം വൈദ്യുതി ജില്ലയുടെ സെക്രട്ടറി അശ്വിൻ, മറ്റ് കഴക്കൂട്ടം വൈദ്യുതി ജില്ലാ ട്രഷറർ പ്രിൻസ്, പ്രിയപ്പെട്ട മരിയനഗർ യൂണിറ്റിലെ ഏറെ സ്നേഹം നിറഞ്ഞ യുവജന സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, ഇടവകകളെ, തീർച്ചയായിട്ടും ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു ഈ ഒരു വേദിയിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ. നമ്മുടെ MCYM മുഴുവൻ ആഗോളതലത്തിൽ ഈ വർഷം അപ്തവാക്യമായി ഒരു തീമായിട്ടൊരു കാര്യം തിരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും ഓരോ ചിന്തകൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ വർഷം തിരഞ്ഞെടുത്തത് എന്താണെന്ന് തീർച്ചയായിട്ടും മരിയനഗർ യൂണിറ്റിലെ MCYക്കാർക്കെല്ലാം അറിയാം എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഈ വർഷത്തെ സഭ മുഴുവൻ യുവജനങ്ങൾ ചിന്തിക്കുന്ന തീം യുവജനങ്ങൾ സാഹോദര്യത്തിൻ്റെ അപ്പോസ്തലർ എന്നാണ്. യൂത്ത് ദ അപ്പോസ്റ്റൽസ് ഓഫ് ഫ്രട്ടേണിറ്റി. ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രതേലി തുത്തി എന്നൊരു മനോഹരമായ ലേഖനം എഴുതിയിട്ടുണ്ട്, നമുക്കറിയാം. തീർച്ചയായിട്ടും അതിനോട് ആസ്പദമാക്കിയാണ് ഈ ഒരു തീം തിരഞ്ഞെടുത്തത്. ഇന്ന് ഇവിടെ ഈ ഒരു കർമ്മപദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും തരുന്നത് ഈ ഒരു ചിന്തകളോടൊക്കെ ചേർന്ന് ചിന്തിക്കുവാൻ തക്കതായ രീതിയിലാണ് നമ്മുടെ കർമ്മപദ്ധതി ഉദ്ഘാടനം. അനന്തരം ഉടയ തമ്പുരാനോടൊപ്പം അവർ നടക്കുവാൻ തുടങ്ങി. തീർച്ചയായിട്ടും സാഹോദര്യത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെയൊക്കെ ചിന്തകൾ എത്ര മനോഹരമായി പങ്കുവെക്കുന്ന ഒരു ഹെഡിങ് ഞാൻ ഈ നാളുകളിലൊന്നും കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഏറെ സന്തോഷമാണ്. ഒരു കർമ്മപദ്ധതി 2020 വിഷമങ്ങളെല്ലാം മാറ്റി നിർത്തി 2021 തുടക്കം കുറിക്കുമ്പോൾ ഉടയ തമ്പുരാനോടൊപ്പം യാത്ര ചെയ്യുവാൻ, ഉടയ തമ്പുരാനാകുന്ന കൂട്ടായ്മയെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാൻ യുവജനങ്ങൾ മുന്നോട്ടിറങ്ങുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇടവകയിലെ മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും ഇടവക വികാരിക്കും സിസ്റ്റർമാർക്കും എല്ലാം വലിയ സന്തോഷവും അഭിമാനമായിരിക്കുന്നത്. ഈ അനന്തരം എന്നുള്ള വാക്ക് തന്നെ ഏറെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. ഒരുപാട് ബൈബിളിൽ കേട്ട വാക്കാണ്. ഇന്നലെ വൈകുന്നേരം അശ്വിൻ അത് പല ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തു. രഞ്ജിത്തിലേക്ക് പേഴ്സണലി അത് അയച്ചു തന്നു. അനന്തരം എന്നതാണ് നമ്മുടെ കർമ്മപദ്ധതി ഉദ്ഘാടനത്തിലെത്തിയത്. അപ്പോൾ ഈ വാക്ക് കേട്ടപ്പോൾ പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ തോന്നി. 10-10:30 കഴിഞ്ഞിട്ടാണ് ഈ വാക്ക് കേട്ടത്. എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. കുറേ നേരം ഈ വാക്കിനെ പറ്റി ചിന്തിക്കുകയും ഒരുപാട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. ഏകദേശം നമ്മുടെ POC ബൈബിളിൽ 33:22 തുടങ്ങി വെളിപാട് 21:10 വാക്യം ദൈർഘ്യത്തിൽ 268 പ്രാവശ്യം അനന്തരം എന്നുള്ള വാക്ക് നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട്. വളരെ ശക്തമായ ഒരു വാക്കാണ് ഈ അനന്തരം എന്നത്. കാരണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറെ മനസ്സിനെ തൊട്ടുണർത്തുന്ന ചിന്തകളും വാക്യങ്ങളും ഈ അനന്തരം എന്ന പദത്തോട് ചേർന്ന് ബൈബിളിലുണ്ട്. അനന്തരം യേശു ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അനന്തരം അവൻ താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. യേശു അവരോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അനന്തരം എന്നെ വന്ന് അനുഗമിക്കുക. തീർച്ചയായിട്ടും വളരെയധികം സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കണക്ഷൻ്റെ എന്താ പറയുക, ചിന്തകൾക്കും അപ്പുറമായ ഒരു വാക്കാണ് അനന്തരം. എന്തൊക്കെയോ ചെയ്തു കഴിഞ്ഞു, ഇനി എന്തൊക്കെയോ നമ്മൾ ചെയ്യാൻ പോകുന്നു. ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന വളരെ ശക്തമായ ഒരു വാക്കാണ് അനന്തരം. തീർച്ചയായിട്ടും നമ്മൾ പല കാര്യങ്ങളും ചെയ്തു, നമ്മൾ ഇനിയും പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നു. അതിലെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന ചെയ്യാൻ പോകുന്ന കാര്യമായിരിക്കണം അനന്തരം ഉടയ തമ്പുരാനോടൊപ്പം അവർ നടക്കാൻ ഇറങ്ങിയത്. തീർച്ചയായിട്ടും നിങ്ങളുടെ നടപ്പിന്
കൂട്ടായി, തണലായി, താങ്ങായി ഒരേ തമ്പുരാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. തീർച്ചയായും തമ്പുരാന്റെ വലിയ കൃപയും കരുതലും കരുണയും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കൂട്ടായ്മ ബോധം എനിക്ക് തോന്നുന്നു നിങ്ങളിൽ വളർത്തുവാൻ ഏറെ ശക്തമായ പ്രചോദനമാണ് നിങ്ങളുടെ ഇടവക വികാരിയായ ചാങ്കുവീട്ടിലച്ഛൻ എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നമ്മളെല്ലാവരും ഒരു ഡയറക്ടറായി വരാൻ ആഗ്രഹിക്കുന്ന ഒരു വൈദികരാണ് ചാങ്കുവീട്ടിലച്ഛൻ. മാറിവാനീസ് കോളേജിൽ യൂത്തിനോടൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കുകയും യൂത്തിൻ്റെ പൾസ് അറിയാവുന്ന ചുരുക്കം വൈദികരിൽ ഒരു വൈദികനാണ് ചാങ്കുവീട്ടിലച്ഛൻ. ശരിക്കും പേഴ്സണലി ഞാൻ എപ്പോഴും കാണാറുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ മാറിവാനീസ് ചാപ്പലിൽ ചാങ്കുവീട്ടിലച്ഛൻ എപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ ചിന്തിക്കാറുണ്ട്, മാറിവാനീസ് പിതാവിനെ ഉടനെ വിശുദ്ധനാക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രധാന കാരണം ചാങ്കുവീട്ടിലച്ഛൻ്റെ പ്രാർത്ഥനയാണ്. കാരണം എത്ര തിരക്കുണ്ടെങ്കിലും എനിക്ക് 100% ഉറപ്പാണ് ഈ നാട്ടിൽ ഏതെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ കോണിലുണ്ടെങ്കിൽ അച്ഛൻ വന്ന് അവിടെ പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട്. തീർച്ചയായിട്ടും എത്രത്തോളം ആത്മീയമായി നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ അച്ഛൻ്റെ സാന്നിധ്യത്തിന്, അച്ഛൻ്റെ കൂട്ടായ്മ ബോധം വളർത്തുവാനുള്ള പ്രത്യേക ഒരു കാരിസത്തിന് സാധിക്കുമെന്നത് നമുക്ക് വലിയ അഭിമാനമാണ്. അതുകൊണ്ട് യുവജനങ്ങൾ മുറുകെ പിടിക്കുക. തമ്പുരാനോടൊപ്പമുള്ള യാത്രയിൽ അച്ഛൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വലിയ ഒരു സ്പീഡ് ബൂസ്റ്റർ ആയിരിക്കും. വലിയ ക്ഷീണം വരാതെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ രഞ്ജിത്തിനെയും വരെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഞാൻ സഭാതലത്തിലായാലും മറ്റ് തലങ്ങളിലൊക്കെ പല കാര്യങ്ങളും എഴുതുവാനൊക്കെ ചിന്തിക്കുമ്പോൾ എന്നെ ഏറെ സഹായിക്കുന്ന ഞങ്ങളുടെ ഇടവകയിലെ ഒരു യുവജനമാണ് അനന്തു. എന്നോടൊപ്പം വന്നിട്ടുണ്ട്. അനന്തു MA മലയാളമൊക്കെ കഴിഞ്ഞ് MA കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അനന്തു പല കാര്യങ്ങളും ചോദിച്ചറിയുന്നത് രഞ്ജിത്തിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പം തീർച്ചയായിട്ടും അത്രയും ചിന്തകളും പലപ്പോഴും രഞ്ജിത്തിൻ്റെ ചിന്തകളിൽ ഒരിക്കലും കാണാത്ത പക്വതയൊക്കെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പക്വതയേറിയ ചിന്തകൾ ഈ ഒടയതമ്പരാനോടൊപ്പം യാത്രയിൽ യുവജനങ്ങളെ മുഴുവൻ പ്രോത്സാഹനം നൽകുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. തമ്പുരാനോടൊപ്പമുള്ള യാത്രയിൽ എല്ലാ യുവജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവസംഘത്തിനായി അടുത്തതായിട്ട് MCYM യൂണിറ്റ് ഡയറക്ടർ, നമ്മുടെ MCYMന്റെ സാരഥി ഗീവർഗീസ് വലിയ ചാങ്കുവീട്ടിലച്ഛനെ ആശംസാ പ്രസംഗത്തിനായിട്ട് ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. MCMന്റെ എല്ലാ ഭാരവാഹികളും, പ്രിൻസ് ജോബി, യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത്ത്, പ്രിയപ്പെട്ട മാർഗൽ സിസ്റ്റർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റർ, നമ്മുടെ കർമ്മപദ്ധതിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫ്രം തിയറി ടു പ്രാക്സിസ്, തത്വങ്ങളിൽ നിന്ന് പ്രവൃത്തികളിലേക്ക് കർമ്മപദ്ധതിയിലേക്ക് ഇറങ്ങുവാനാണ് ഈ കർമ്മപദ്ധതി നമ്മെ പ്രേരിപ്പിക്കുന്നു. വ്യത്യസ്തമായ പദ്ധതി പരിപാടികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് ഈ ഒരു വർഷത്തെ നമ്മുടെ കർമ്മപരിപാടികൾ നാം ചെയ്യുമ്പോൾ അത് യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ, യഥാർത്ഥമായ ദൈവ അനുഭവത്തിൻ്റെ സാക്ഷ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പേര് കരുണയും. ഈ ഒരു ചിന്തയാണ് ഇന്ന് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നീ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, കാരുണ്യം കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം നിനക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എന്നും സൂക്ഷിക്കാം. യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനെ കബളിപ്പിച്ച് എല്ലാം സ്വന്തമാക്കി കഴിഞ്ഞ് നാട് വിട്ടു. വർഷങ്ങൾ കഴിഞ്ഞ് യാക്കോബ് തിരിച്ചു വരുമ്പോൾ ഏസാവ് അവനെ സ്വീകരിക്കുന്ന ഒരു സംഭവം. വിദൂരത്തിൽ നിന്ന് യാക്കോബ് വരുന്നത് കാണുമ്പോഴേ ഏസാവ് അവനെ സ്വീകരിക്കും. യാക്കോബ് ചിന്തിച്ചു, ഞാൻ സഹോദരനെ വഞ്ചിച്ചതുകൊണ്ട് അവൻ എന്നെ കണ്ടാൽ അടിച്ച് അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കുകയില്ല എന്നൊക്കെ അവൻ ചിന്തിച്ചാണ് വരുന്നത്. പക്ഷേ ഏസാവ് യാക്കോബിനോട് ദയയും അനുകമ്പയും കാണിച്ചപ്പോൾ യാക്കോബ് പറയുന്ന ഒരു വചനമുണ്ട്, നിന്റെ മുഖത്ത് ഞാൻ ദൈവത്തെ കണ്ടു, നീ എന്നോട്
കരുണ കാണിച്ചപ്പോൾ, ദയ കാണിച്ചപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ ദൈവത്തെ കണ്ടു. പ്രിയമുള്ളവരെ, ഈ ഒരു ജീവിതശൈലി നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്രറ്റേണിറ്റി തുത്തി എന്ന് പറയുന്ന ചക്രീയ ലേഖനത്തിൻ്റെ ചുരുക്കം നമുക്ക് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ജീവിക്കേണ്ടതാണ്. ഈ ലോകത്തിൽ നമുക്ക് അങ്ങനെ നമ്മുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിക്കും. ബാക്കിയെല്ലാം നമുക്ക് നഷ്ടമാകും. എന്നാൽ നാം ചെയ്യുന്ന നന്മകൾ ഒരിക്കലും നഷ്ടമാവുകയില്ല. അതിന് നമ്മുടെ യുവജനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ട്. പ്രിയപ്പെട്ട ജിത്ത് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട്. തിരക്ക് ഏറിയ ഒത്തിരി ജോലികളുണ്ടെങ്കിലും സഭയുടെ മേജർ അതിരൂപത പ്രസിഡന്റ്, ഇന്ന് സഭാതല MCM പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുമ്പോൾ ഒത്തിരി അഭിമാനമുണ്ട്. ഈ ഇടവകയുടെ നന്മകളും അഭിനന്ദനങ്ങളും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം യൂണിറ്റ് ഭാരവാഹികൾ പ്രിൻസ് ജോബി രണ്ടുപേരും നമ്മുടെ ഇടവകയുള്ള സ്നേഹം, ഇവരൊക്കെ ഈ ഒരു ഉത്തരവാദിത്വം ചെയ്ത് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ഇവരൊക്കെ ജീവിതത്തിൽ അല്പസമയം മാറ്റിവെക്കുന്നുണ്ട്. തമ്പുരാൻ്റെ കൂടെ നടക്കാൻ ഇവരൊക്കെ തയ്യാറാകുന്നു എന്നുള്ളത്. അനന്ത് ഇവിടെയുണ്ട്. വളരെ നന്നായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ തിരുവനന്തപുരം വൈദ്യ ജില്ല സംഘടിപ്പിച്ച മത്സരത്തിലൊക്കെ പങ്കെടുത്ത് വളരെ നന്നായി അവിടെ തൻ്റെ കഴിവുകൾ കാഴ്ചവെച്ച. അങ്ങനെ ഇവരെല്ലാവരും എടുക്കരുത് എല്ലാ മേഖലയും. അതുകൊണ്ട് അത് നമുക്കൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിവിടെ വന്നതിനുള്ള നന്ദി സ്നേഹവും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ജില്ലാ സമിതിയോട് ചേർന്ന് യൂണിറ്റ് പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യും. അനന്തരം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത രഞ്ജിത്ത്, ഈ ഒരു ഹെഡിങ് വളരെ പുതുമയുണ്ട്. നമുക്ക് അവർ ഇടയതമ്പുരാനോടൊപ്പം അവർ നടക്കാനാണ്. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവസ്നേഹം ജീവിക്കാനും പങ്കുവയ്ക്കാനും. അത് ഒരു പുതുമയാണ്. അപ്പം ഇത് രഞ്ജിത്ത് ചിന്തിച്ച് കണ്ടുപിടിച്ച ഈ ഒരു ആശയം പല പേരുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇവരെല്ലാവരോടും ചേർന്ന് ഒരുമിച്ച് ആലോചിച്ചു. പല പേരുകൾ വന്നപ്പോൾ ഇവരുടെ ഒരു ടീം വർക്ക് ഇതിൽ നടന്നു. എന്താണ് അപ്പോൾ അവരുടെ ഒരു അടിസ്ഥാനപരമായ ഒരു വീക്ഷണമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മുടെ യൂണിറ്റ് ഭാരവാഹികൾ ഒരു പുതിയ നേതൃത്വത്തിൽ കൂടുതൽ നന്മ ചെയ്യാൻ തയ്യാറാകുമ്പോൾ അത് ഇനിയുള്ള ജീവിതകാലം നമുക്കൊക്കെ ഇന്നും ഓർമ്മിക്കാനുള്ള ഒരു ജീവിതമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഈ പരിസ്ഥിതി തുടരുന്നതുകൊണ്ട് വിത്ത് ഓർ വിത്തൗട്ട്, വിത്ത് ഓർ വിത്തൗട്ട്, അല്ലെങ്കിൽ വിത്തിന അല്ലെങ്കിൽ വിത്ത് പുറത്ത്, അല്ലേ? അപ്പം അങ്ങനെ ഓരോ വാക്കുകൾ നിങ്ങൾ നോക്കുക. അപ്പം അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്രിയാത്മകത അത് കൂടുതൽ പ്രകടമാക്കുവാൻ ഇതിലൂടെ സാധിക്കും. ഇതിന് രൂപകൽപ്പന കൊടുത്ത പുതിയ ഭരണസമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. കൂടുതൽ നന്മ ചെയ്യുക. ഇടവകയുടെ വളർച്ചയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ബലം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവക അംഗങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ കർമ്മ പരിപാടിയിൽ അവർക്ക് നൽകണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്ന വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തതായിട്ട് MCYM യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത്ത് ചേട്ടനെ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ ജിത്തേട്ടൻ, കഴക്കൂട്ടം വൈദ്യുതി ജില്ല പ്രിൻസിപ്പൽ ജൂഹി, ബഹുമാനപ്പെട്ട ആൻബറ്റ സിസ്റ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അനന്തരം എന്ന് പറയുന്ന നമ്മുടെ കർമ്മപദ്ധതി ഭരണത്തിനായിട്ടാണ്. ഈ അനന്തരം എന്ന വാക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നത് അതിനെക്കുറിച്ച് ജിത്തേട്ടനും അച്ഛനും വളരെ മനോഹരമായിട്ട് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് നമ്മളങ്ങനെ എത്തിയെന്നത് നമ്മൾ പോലും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളാണ് രണ്ടുപേരും പറഞ്ഞത്.
പക്ഷേ നമ്മൾ ചിന്തിച്ച 2-3 കാര്യങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തത്, അങ്ങനെ ഇരിക്കെ ഒരു കൊറോണ കാലം വന്നു. അതിനുശേഷം കുറേ ഇടവേള ആരും പള്ളിയിലേക്ക് വരുന്നില്ല, പിന്നെ ദൈവത്തിനോട് അടുക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ഇതിന് ശേഷം എന്തുണ്ടാകും എന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ ശേഷം, ആഫ്റ്റർ എന്നുള്ള ഒരു വാക്കുണ്ട്. ആഫ്റ്ററിന് ശേഷം അതിനെ നേരെ മലയാളിവൽക്കരിച്ച് വന്നപ്പോൾ അനന്തരം എന്നുള്ള വാക്കിലേക്ക്. അപ്പോൾ അതവിടെ പ്ലേസ് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ ഇതിലേക്ക് കണക്ട് ചെയ്യായിരുന്നു. അതായത് കർത്താവ് യേശു രക്ഷാകര ദൗത്യത്തിനായിട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർന്നു. അതിനുശേഷം നമ്മളവനെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം MCയുമായിട്ട് യൂത്തായിട്ട് നമ്മൾ എങ്ങോട്ടൊക്കെ അവനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അത് നീതിയുക്തമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവിടെ ഒരു ചോദ്യമായി അനന്തരം എന്നുള്ളൊരു സാധനം. പിന്നെ അങ്ങനെ ബാക്കി കുറേ ചോദ്യങ്ങൾ വന്നു. അതിൽ അനന്തരം എന്നുള്ള പേരിൽ ഉറപ്പിച്ചു. അതിനുശേഷം ഉടയ തമ്പുരാനോടൊപ്പം നടക്കാനിറങ്ങി. ദൈവത്തോടൊപ്പം ആയതുകൊണ്ട് തന്നെ അവൻ്റെ കാൽച്ചുവട്ടിലായിരുന്നുകൊണ്ട് സഞ്ചരിക്കാനുള്ള ഒരു വഴി. അതിപ്പോൾ MCYM എന്നുള്ള ഒരു മീഡിയം നമ്മൾ തിരഞ്ഞെടുത്തു. ഇപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ യുവാക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റും, എന്തെങ്കിലും മാതൃകാപരമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രൂപത്തിൽ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഉടയ തമ്പുരാനോടൊപ്പം നടക്കാൻ നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ പേരിലേക്ക് എത്തുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ചേർത്ത് വളരെയധികം പരിപാടികൾ, വളരെയധികം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ നടത്തുന്ന മാസത്തിൽ ഒരു പരിപാടിയായിരിക്കും, അല്ലെങ്കിൽ 2 പരിപാടി. അത് അങ്ങേയറ്റം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇത്തവണ അതിൽ നിന്നും കുറച്ചും കൂടി വിഭിന്നമായിട്ട് വളരെ ചെറിയ പരിപാടികളാണ്. പക്ഷേ ഒരു മാസം തന്നെ 2, 3, 4 പരിപാടികൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടികൾ തന്നെ കൂടുതലും പള്ളിക്കകത്തുള്ളതാണ്. നമുക്ക് ഇടവകയുടെ അംഗങ്ങൾ നമ്മൾ നോക്കിയപ്പോൾ തന്നെ MCYMനകത്ത് തന്നെ കുറച്ച് പേര് പുറകോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു കടമയുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പരിഗണിച്ചു. രണ്ടാമത് സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു തോന്നലുള്ള കാര്യത്തിൽ. പക്ഷേ സമൂഹത്തിലേക്ക് ഇറങ്ങണമെങ്കിലും നമുക്ക് അകത്തുനിന്ന് കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് കൂടുതലും പള്ളിക്കകത്തുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിനുശേഷം പുറത്തേക്കുള്ള പ്രവർത്തനങ്ങൾ പ്ലാനുകളുണ്ട്. അത് പക്ഷേ കർമ്മപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. എത്രത്തോളം നടക്കുമെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഡൗട്ടുണ്ട്. പക്ഷേ അത് ഉറപ്പായിട്ടും ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസം. ദൈവം കൂടെയുണ്ട്. പിന്നെ ബാക്കിയുള്ള പരിപാടികൾ അച്ഛൻ പറഞ്ഞ പോലെ ഭൂമി പ്രകൃതി ദിനം എല്ലാ തവണയും ആഘോഷിക്കുന്നതാണ്. പക്ഷെ ഇത്തവണ അതിൻ്റെ പേരിൽ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരുന്നു എന്ന് മാത്രമുണ്ട്. ഭൂമി എന്നുള്ള പേരിട്ടതാണ്. എന്ത് പരിപാടി ചെയ്യണമെന്ന് ഇനിയും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മുടെ മുന്നേ നടന്നുപോയ MCM അംഗങ്ങളുണ്ട്, MCM പ്രവർത്തകരുണ്ട്. ഇപ്പോൾ ബൈചേട്ടനായാലും അതുകൊണ്ടനായാലും അനിയണ്ണനായാലും എല്ലാവരും നമ്മുടെ MCMന് മുന്നേ കടന്നുപോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ നമുക്ക് വേണ്ടുന്ന വഴികാട്ടലുകളൊക്കെ ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇത്തവണ കൂടുതലായിട്ട് കുറച്ച് നമ്മുടെ അനുജന്മാരും അനുജത്തിമാരും കൂടുതലായിട്ട് MCMലേക്ക് ചേരുന്നുണ്ട്. അപ്പോൾ അവരെയും ഈ ഭാഗത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് MCMലേക്ക്. അപ്പോൾ അവരുടെ പൂർണ്ണ പങ്കാളിത്തം അമ്മമാർ ഉറപ്പുവരുത്തണം, അമ്മമാരും അച്ഛന്മാരും. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതലും പൊതുവേ നമുക്കൊരു ധാരണയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വിജയനാണെന്നുള്ള പൗലോ കൊയ്ലോയുടെ ഒരു ബുക്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു എഴുത്തുകാരൻ വളരെ മനോഹരമായ ഒരു ആശയം കിട്ടുന്നു. അയാൾ ആ ആശയത്തിന് അങ്ങേയറ്റം പ്രസിദ്ധിയാർജിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു സ്വർണ്ണ ടൈപ്പ് റൈറ്റർ വാങ്ങിച്ചിട്ട് അതിൽ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആ ടൈപ്പ് റൈറ്റർ വാങ്ങി ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നു. പക്ഷേ ഈ വിവരം അറിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ഈ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ടൈപ്പ് റൈറ്റർ എങ്ങനെയുണ്ട്? പക്ഷേ അപ്പോൾ ഈ എഴുത്തുകാരൻ ഒരു കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് എത്തിക്കുന്ന കാര്യം ഇത്ര വലിയ മനോഹരമായ ഒരു കഥയാണ്. ആ കാര്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നുമില്ല, വ്യാകുലപ്പെടുന്നുണ്ട്. പക്ഷേ അവർക്കറിയേണ്ടത് ടൈപ്പ് റൈറ്റർ, സ്വർണ്ണത്തിലുള്ള ടൈപ്പ് റൈറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ കർമ്മപദ്ധതിയായ അനന്തരം ഇങ്ങനെ പബ്ലിഷ് ചെയ്തതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. അതൊരു സ്വർണ്ണ ടൈപ്പ് റൈറ്ററായിട്ട് ഒരൊറ്റ തന്നെയായിരിക്കും. നമുക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനാത്മകമായിട്ടുള്ള കുറേ കുറ്റപ്പെടുത്തലുകളും ചൂണ്ടിക്കാട്ടലുകളും
അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എല്ലാവരുടെയും സഹകരണവും സഹായവും പ്രതീക്ഷിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നന്ദി. ഈ വർഷത്തെ കർമ്മപദ്ധതി ഉദ്ഘാടന വേദിയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പരിപാടിയാണ് അടുത്തതായി നടക്കുക. കൊടിയതമ്പുരാനോടൊപ്പം നടക്കാനായി ഞങ്ങളോടൊപ്പം പങ്കുചേരാൻ ഞങ്ങളുടെ കുഞ്ഞ് അനുജന്മാരും അനുജത്തിമാരും ഈ അവസരത്തിൽ MCYM കുടുംബത്തിലേക്ക് ചുവടെടുത്തു വെക്കുകയാണ്. ഒരുപക്ഷെ മരീനഗർ MCYM യൂണിറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം പുതുമുഖങ്ങൾ MCYMലേക്ക് ഒരുമിച്ച് കടന്നു വരുന്നത്. വരും നാളുകളിൽ മലങ്കര യുവജന പ്രസ്ഥാനത്തിന്റെ അമരത്തേക്ക് കുതിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള നമ്മുടെ യുവതി യുവാക്കളെ MCYM പ്രസ്ഥാനത്തിലേക്ക് ദൈവനാമത്തിൽ കൈപിടിച്ച് കയറ്റാനായി ബഹുമാനപ്പെട്ട അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ അവസരത്തിന് പേര് വിളിക്കുന്ന പുതിയ അംഗങ്ങൾ കത്തിച്ച മെഴുകുതിരികൾ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങി അവരുടെ സ്ഥലത്ത് പോയി നിൽക്കുക. പേരുകൾ സാനിയ പി സച്ചു, സാനിയ SS, സ്മൃതി, അഞ്ജലി, പ്രയാഗ്, റിജോ, അടുത്തതായിട്ട് അജൻ, അക്ഷയ്, രോഹിത്, ഡാനി. ചൊല്ലിത്തരുന്ന MCYM പ്രതിജ്ഞ എല്ലാവരും ചേർന്ന് ഏറ്റുചൊല്ലുക. പ്രതിജ്ഞ ചൊല്ലുന്നതിനു വേണ്ടി കഴക്കൂട്ടം വൈദിക ജില്ലയിൽ നിന്ന് വന്ന ട്രഷറർ പ്രിൻസ് ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മലങ്കര കത്തോലിക് യൂത്ത് മൂവ്മെന്റിൽ അംഗമായിരിക്കുന്ന ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ആവിഷ്കൃതമായ രക്ഷാകര പദ്ധതിയിലും തിരുസഭയിലും വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ മാർ തോമസ് ശ്ലീഹായാൽ രൂപീകൃതമായ മലങ്കര സഭയുടെ അപ്പോസ്തലിക പൈതൃകത്തിലും ആർഷഭാരതത്തിന്റെ സവിശേഷമായ സാംസ്കാരിക ആഭിമുഖ്യങ്ങളിലും ആഗോള കത്തോലിക്ക സഭയുടെ തനിമയിലും ആധ്യാത്മിക പാരമ്പര്യങ്ങളിലും ഞാൻ അഭിമാനിക്കുന്നു. MCYMന്റെ പ്രഖ്യാപിത ഭരണഘടനയ്ക്ക് വിധേയമായി മലങ്കര കത്തോലിക്ക സഭയുടെ പ്രത്യേക ദൗത്യമായി പുനരൈക്യ ശ്രമങ്ങളുടെ ഫലപ്രാപ്തിക്കും പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യപ്രാപ്തിക്കും വേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പ്രതിജ്ഞ നിറവേറ്റുവാൻ പരിശുദ്ധ കന്യാമറിയാമം. അടുത്തതായി ഈ വർഷം മരീനഗർ MCYM യൂണിറ്റ് അഭിമാനത്തോടെ തുടക്കം കുറിക്കുന്ന സംരംഭത്തിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ദൈവത്തിന്റെ കരങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഈ ഒരു വർഷക്കാലം ഏർപ്പെടുത്തിയിരിക്കുന്ന പഠന സഹായ പദ്ധതിയാണ് ദൈവത്തിന്റെ കരങ്ങൾ. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനി സാന്ദ്ര ബഹുമാനപ്പെട്ട അച്ഛന് സംഭാവന നൽകി നിർവഹിക്കുന്നതാണ്.
അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് നന്ദി, എല്ലാവർക്കും നന്ദി പറയുക എന്ന കർത്തവ്യവുമായിട്ട് രഞ്ജിത്തേട്ടനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സദസ്സ്, എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതാണ്. ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മളെ കേൾക്കാനായിട്ട്, നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് നമ്മളെ മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ ഡയറക്ടറായ ഗീവർഗീസ് അച്ഛൻ, വഴിവിളക്കും വഴികാട്ടിയുമായി നമ്മളോടൊപ്പം എന്നുകൊണ്ടായിരിക്കുന്ന ഗീവർഗീസ് അച്ഛൻ ആദ്യമായി നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സഭാതല പ്രസിഡന്റ് ജഡ്ജ് ജോൺ ഫ്രാൻസിസ് ചേട്ടൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കഴക്കൂട്ടം വൈദ്യുതി ജില്ലയെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്ന ട്രഷറർ പ്രിൻസിയേട്ടന് നന്ദി അറിയിക്കുന്നു. കഴക്കൂട്ടം വൈദ്യുതി ജില്ലയുടെ തന്നെ മറ്റൊരംഗം ജൂഹിക്ക് നന്ദി അറിയിക്കുന്നു. നമ്മുടെ MCYM ഇവിടെ അണഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ എന്താ ആളിക്കത്താവുന്ന MCYM അണഞ്ഞു തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ നമുക്ക് എല്ലാ കരുതലും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഭീഷണികളുമായി നമ്മളോടൊപ്പമായിരിക്കുന്ന ആനിമേറ്റർ സിസ്റ്റർ ഇത്തരം വലിയൊരു മഹാമാരിയിൽ നിന്നും നമ്മളെ അതിസമർത്ഥമായി രക്ഷിച്ച് കൈപിടിച്ച് നടത്തുന്ന സർവേശ്വരൻ നന്ദി പറയുന്നു. MCYM ആന്തത്തോടെ നമുക്ക് നമ്മുടെ പരിപാടികൾ അവസാനിപ്പിക്കാം. MCYM ആന്തത്തിനായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. പരിപാടി നമ്മുടെ വ്യക്തമാക്കാം. സമൂഹത്തിലെ പഠനത്തിന് മികവുള്ള എന്നാൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിക്കുള്ള ഒരു വർഷത്തെ വിദ്യാഭ്യാസ സഹായമാണ് കൊടുക്കുന്നത്. ആ കുട്ടിക്ക് ആവശ്യമായ വിദ്യാഭ്യാസ സഹായം അത് നമ്മുടെ MCYM യൂണിറ്റ് അത് സ്പോൺസർ ചെയ്യുകയാണ്. അതാണ് ആദ്യ ഗഡുവാണ് ഇപ്പോൾ നൽകിയത്. അത് അർഹയായ ആരാണ് ആ വ്യക്തിക്ക് നൽകുന്നതായിരിക്കും. ഈ ഒരു വർഷത്തെ അതിൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള സഹായം നമ്മുടെ ഈ ഒരു ലോങ് ടേം പ്രോജക്റ്റാണ്, ഒരു കർമ്മ പരിപാടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. MCYM ആന്തം അതിനു മുമ്പ് കൃത്യമായിട്ട് നന്ദി യൂണിറ്റ് ഭാരവാഹികൾക്ക് കൃത്യമായിട്ട് അറിയിക്കുകയാണ്. രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും എന്നുള്ളൊരു വിശ്വാസം. ഇതിന് നേതൃത്വം നൽകിയ മുതിർന്ന തലമുറ ഇവിടെയുണ്ട്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അവർക്ക് നൽകുക, പ്രിയ മാതാപിതാക്കന്മാരുടെ സഹകരണം നൽകുക. എല്ലാവർക്കും പ്രത്യേകം ജില്ലാ സമിതിയുടെ സഹായവും സഹകരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പ്രത്യേകമായിട്ട് നന്ദി അറിയിച്ച രഞ്ജിത്ത്, സ്വാഗതം നൽകിയ ടീന, ഈ പ്രോഗ്രാം കോമ്പയർ ചെയ്യുന്ന ആജയ്, ഇവർക്കും പ്രത്യേകമായിട്ട് നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ യോജനകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. MCYM ആന്തം.
നാം തുടങ്ങിയ കർമ്മപരിപാടികളെല്ലാം വിജയത്തിലെത്തുവാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, കരുണയായിരിക്കണമേ. അനന്തരം നിന്റെ കൂടെ നടക്കാൻ ഞങ്ങൾ ഇന്ന് വരികയാണ്. എമൗസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയുടെ കൂടെ നടന്നപ്പോൾ അവരുടെ സംശയങ്ങൾ മാറ്റപ്പെട്ടു, ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടി, കണ്ണിന് കാഴ്ചയുണ്ടായി. അവർ തിരികെ ജെറുസലേമിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോഴാണ് നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുക, നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അവൻ നമ്മോട് പറഞ്ഞു തരിക. നമ്മുടെ മനസ്സ് ശാന്തമാകുന്നതും കണ്ണുകൾക്ക് കാഴ്ച കഴിയുന്നു. ആ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ നമുക്ക് തീരുമാനിക്കാം. അത് വെല്ലുവിളി നിറഞ്ഞ ഒരു ജീവിതമാണ്. കർത്താവ് തൻ്റെ കൂടെ നടന്നവർ തന്നെ വിട്ടുപോയപ്പോൾ ചോദിച്ചു ശിഷ്യന്മാരോട്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? പത്രോസ് പറഞ്ഞു, കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ജീവന്റെ വചനങ്ങൾ നിന്റെ മക്കളാണ്. ആ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ നമുക്കും തീരുമാനിക്കാം. നാം രൂപപ്പെടുത്ത പരിപാടികളെല്ലാം വിജയത്തിലെത്താൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥിക്കാൻ. കർത്താവെ, ഇന്നിവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, സമാധാന സമിതി പ്രസിഡന്റ് ജിത്ത്, ജില്ലാ ഭാരവാഹികളുടെ പ്രിൻസ് ജോബി, ഞങ്ങളുടെ ഇടവയിലെ യൂണിറ്റിൻ്റെ നേതൃത്വം രഞ്ജിത്ത് ഭാരവാഹികൾ, ഞങ്ങളുടെ യുവജനങ്ങൾ എല്ലാവരെയും അവിടുത്തെ കരങ്ങളെ സമർപ്പിക്കുന്ന അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. എൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധ മാലാഖമാരുടെ സംരക്ഷണം, വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ സംരക്ഷണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. സർവ്വം യേശു നാമമഹത്തിന് അപേക്ഷിക്കുമ്പോൾ പിതാവാണ് ദൈവം കേട്ട് ഉത്തരം നൽകണമേ. ആമേൻ. നമ്മുടെ പൊതു മീറ്റിംഗ് ഇവിടെ സമാപിക്കുകയാണ്. പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വളരെ നമ്മുടെ കൈകുത്ത് നേർച്ച സമർപ്പിക്കണം. അതിനുശേഷം സൺഡേ സ്കൂളിലായിരിക്കും വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. യൂണിറ്റ് അംഗങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുക. ഗൗഗുൽത്ത ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് അത് വരുമ്പോഴും പോകുമ്പോഴും അത് മുത്തിയിട്ടാണ് പോകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ അതിൻ്റെ മുൻപിൽ വന്ന് തലവണങ്ങി കുരിശ് വരച്ച് പോകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 6:30 കുരിശ് കുർബാന, വെള്ളിയാഴ്ച വൈകിട്ട് കുരിശിൻ്റെ വഴി.